വോട്ട് വൈബ് സർവേ ഫലങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിൽ ഇതുവരെ വന്ന ഫലങ്ങൾ ക്രോഡീകരിച്ച് നോക്കുകയാണെങ്കിൽ LDF സർക്കാരിനെ പൊതുവെ ഒന്നുകിൽ മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും മികച്ചത് എന്ന രീതിയിൽ വിലയിരുത്തുന്നവരുടെ ശതമാനം മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന് വിലയിരുത്തുന്നവരെക്കാൾ കൂടുതലാണ്. പക്ഷേ തീരെ ചെറിയൊരളവിലാണെങ്കിൽ പോലും പിണറായി വിജയൻ സർക്കാരിനെ ഇഷ്ടപ്പെടുന്നു, പ്രകടനം വിലയിരുത്തുമ്പോൾ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടവരാണ് കൂടുതലും ഉള്ളത്. പക്ഷേ മുഖ്യമന്ത്രിയായി ആര് വരണം എന്നാഗ്രഹിക്കുന്നവരിൽ VD സതീശിനേക്കാൾ 0.2% മാത്രം വ്യത്യാസമാണ് പിണറായി വിജയന് കൂടുതലായിട്ടുള്ളത് എന്ന രീതിയിലുള്ള കണക്കുകളാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഭൂരിപക്ഷം സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണി ഏതാകും? ഇതിൽ വോട്ട് വൈബ് സർവേയിൽ പങ്കെടുത്ത ജനങ്ങൾ നൽകിയ പ്രതികരണം ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ളത് UDF ആണോ LDF ആണോ എന്നതിൽ LDF 41.6%, UDF 41%. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടതുമുന്നണി 6.6% വോട്ടുകൾ UDF-നേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന കണക്കാണ് വരുന്നത്. NDA 10.1% സീറ്റുകൾ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണിയായി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. LDF സർവേയിൽ പങ്കെടുത്തവരുടെ വിലയിരുത്തൽ പ്രകാരം അവർ ആഗ്രഹിക്കുന്ന പ്രകാരം LDF 41.6%, UDF 41%. നിസാരമായ വ്യത്യാസമാണ് ഇക്കാര്യത്തിലുള്ളത്. NDA 10.1%, മറ്റുള്ളവർ 14% എന്നാണ്. ഈ സർവേയിൽ പങ്കെടുത്ത 1.5% പേരും പറയുന്നത് ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അഭിപ്രായമില്ലാത്തവർ 4.5%. ഇനിയും ഈ തീരുമാനമെടുക്കാനുള്ളവർ ബാക്കിയാണ്. അതാണ് അതിലേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഒരു അഭിപ്രായ പഠനത്തിലേക്ക് എത്താത്തവരുടെ സംഖ്യയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഭൂരിപക്ഷം സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണി ഏതാകും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് LDF ആയിരിക്കുമെന്ന് 41.6% ആളുകൾ, UDF ആണെന്ന് 41% ആളുകൾ, NDA ആണെന്ന് 10.1%, മറ്റുള്ളവർ 1.4% എന്നുള്ളതാണ്. ശ്രീ ജേക്കബ് ജോർജ്, അഭിപ്രായമില്ലാത്തവർ 4.5% ഉണ്ട്. ഇതിനിടയിലാണ് രണ്ട് പ്രധാന മുന്നണികളും തമ്മിൽ 0.6% ഡിഫറൻസ് നിൽക്കുന്നത്. സസ്പെൻസ് തീരുന്നില്ല. ജനത്തിന്റെ കയ്യിലാണ് ഇപ്പോഴും. സർവേക്കും വ്യക്തത വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല സീതാൻ, വളരെ വ്യക്തമായ സർവേ തന്നെയാണിത്. കാരണം കേരള രാഷ്ട്രീയം രണ്ടായിട്ട് പകുത്തെടുത്തിരിക്കുകയാണ് രണ്ട് മുന്നണികൾ. നമുക്കറിയാമല്ലോ, വർഷങ്ങളായിട്ട് മാറി മാറി വന്ന ഭരണങ്ങൾ. അതിനകത്ത് ഒരു തവണ LDF ആണെങ്കിൽ മറുതവണ അടുത്ത തവണ UDF ആയിരിക്കും. പക്ഷേ കഴിഞ്ഞ തവണ ഭരണം തുടർച്ചയുണ്ടായി. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നു. അത് ഒരു വലിയ സംഭവമാണ്. അത് വലിയ സംഭവമായിട്ട് നമ്മളൊക്കെ പ്രകീർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ UDF വളരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നു. ആൻറ്റി ഇൻകംബൻസി കൂടെ ഒക്കെ മുതലാക്കിക്കൊണ്ട്. LDF-നാണെങ്കിൽ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഒരിടത്തും ഇടതുപക്ഷ മുന്നണിക്ക് CPM-ന് ഭരണമില്ല. ഈ ഭരണം പോയാൽ ഇന്ത്യയിൽ വട്ടപൂജ്യമാവും CPM. അതുകൊണ്ട് കോൺഗ്രസ് പരാജയപ്പെട്ടാൽ കോൺഗ്രസിന് ഭയങ്കര ക്ഷീണമായിരിക്കും. കേരളത്തിൽ വലിയ തിരിച്ചടിയായിരിക്കും വരാൻ പോകുന്നത്. അത് മുന്നണിയെ തന്നെ ബാധിക്കും. മുന്നണിയുടെ കെട്ടുറപ്പിനെയും ഐക്യത്തെയും മുന്നോട്ട് പോകലിനെയും ഒക്കെ ബാധിക്കും. അതുകൊണ്ട് രണ്ട് മുന്നണികൾ, ഒരു ഘടകം കൂടിയുണ്ട് എനിക്ക് പറയാൻ. രണ്ട് മുന്നണികളിലും ഏറ്റവും ശക്തമായിട്ട് അങ്ങോട്ട് ഏറ്റുമുട്ടുമ്പോൾ അവിടെ താഴെ പോകുന്നത് പതിവ് പോലെ BJP ആയിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതിനോട് യോജിക്കുന്നു. 10.1% എന്ന് പറഞ്ഞാൽ BJPക്ക് ഒന്നുമില്ല. അവർ കൊട്ടിക്കൊഴിച്ച കാര്യങ്ങളൊക്കെ വലിയ വലിയ ആന പോലെയുള്ള വലിയ സംഭവങ്ങളാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ തടസ്സം വരുന്നു. ഈ ഫിഗേഴ്സ് നമ്മൾ കാണുകയാണെങ്കിൽ ഇതാണ് വരാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ലേക്ക് വിരൽ ചൂണ്ടുന്ന ചില ഘടകങ്ങളുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു കണ്ടെത്തൽ കൂടി മഞ്ജുഷ്, അതായത് അതെ, റൂറൽ വോട്ടർമാർ ഇത്തവണയും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് UDF-നെയാണ്. നമുക്ക് ആദ്യം തന്നെ അതിന്റെ സൂചനയുണ്ടായിരുന്നു. സർക്കാരിന്റെ പ്രകടനം വിലയിരുത്തിയ സമയത്ത് റൂറൽ വോട്ടേഴ്സ് മോശം എന്നുള്ളതാണ് കൂടുതലും പറഞ്ഞത്. അതെ, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. UDF-നെ റൂറൽ വോട്ടർമാർ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നു. 53.4% റൂറൽ വോട്ടർമാരും UDF-നാണ് സപ്പോർട്ട്. അതേസമയം അർബൻ ഏരിയയിലേക്ക് വരുമ്പോൾ, നഗരമേഖലയിലേക്ക് വരുമ്പോൾ അത് ഇടതുമുന്നണിക്കാണ്. 44.6
6% എന്നതാണ് സാഹചര്യം. അതായത് ആദ്യം സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തിയ സമയത്ത് നഗര വോട്ടർമാരാണ് LDF സർക്കാരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് അല്ലെ, അവരുടെ പ്രകടനം സർക്കാരിന്റെ പ്രവർത്തനം നല്ലതാണെന്ന്. അതേ ആളുകൾ തന്നെയാണ് പറയുന്നത് LDF ആയിരിക്കും അധികാരത്തിൽ വരുന്നത് എന്ന്. പക്ഷേ ഗ്രാമമേഖലയിലുള്ളവർ സർക്കാരിന്റെ പ്രവർത്തനത്തെ മോശം എന്ന് അഭിപ്രായപ്പെട്ടവരായിരുന്നു കൂടുതൽ അല്ലെ, എന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കായിരുന്നു. അവർ തന്നെയാണ് UDF അധികാരത്തിൽ വരുമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ്. ധനരാജ്, താങ്കളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ? അല്ല, ഞാൻ ഈ ചോദ്യവും ഉത്തരവും ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭൂരിപക്ഷം സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണി ഏതാവുന്നാണല്ലോ, അവർക്ക് കിട്ടാൻ പോകുന്ന എത്ര വോട്ട് പെർസെൻറ്റേജ് എന്നുള്ളതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ, ലെഫ്റ്റ് പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് റൂറൽ ഏരിയാസിലാണല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ പരമ്പരാഗതമായ ലെഫ്റ്റ് വോട്ടേഴ്സ് എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിലാണ്. അവിടെ ലെഫ്റ്റിനൊരു തിരിച്ചടി ഉണ്ടാവുമെന്ന് പറയുന്നത് ഒരുപക്ഷെ ആത്യന്തികമായി ഫൈനൽ റിസൾട്ടിനെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ 41.6%, 41% എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഗ്രാമമേഖലകളിൽ LDF എങ്ങനെയാണ് പെർഫോം ചെയ്യുക. മാത്രമല്ല UDF കഴിഞ്ഞതിന് മുമ്പത്തെ തവണയും എല്ലാം തന്നെ നമ്മളെ നഗരപ്രദേശങ്ങളിൽ UDF ഒരു അർബൻ പാർട്ടിയാണ് കേരളത്തിൽ, BJP വരാത്തിടത്തോളം കാലം. അപ്പോൾ അവിടെ UDFന് ഒരു എനിക്ക് തോന്നുന്നു ഒരു കൗണ്ടർ വരാൻ സാധ്യതയുള്ളത് അവരുടെ വോട്ട് കുറച്ചെല്ലാം BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിൽ. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ LDFന് ഉണ്ടാവുന്ന ഒരു താഴേക്ക് പോകുന്നത് അവരുടെ ഫൈനൽ റിസൾട്ടിനെ, ഫൈനൽ ടാലിനെ ബാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇതൊരു ക്ലോസ് ഫിനിഷ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത് വരുന്നത്. ഇത് നേരിട്ട് അവർ ഈ മുന്നണിക്ക് തന്നെ വോട്ട് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. കാരണം അവരുടെ ഒരു വിലയിരുത്തലാണ് ആരാണ് വരുന്നത് എന്ന് അല്ലേ, അവിടെയാണ് ഈ ചെറിയ എഡ്ജ് വന്നിട്ടുള്ളത്. ധനരാജ് സൂചിപ്പിച്ചതനുസരിച്ച് വലിയൊരു ട്വിസ്റ്റ് അതിൽ സംഭവിക്കും തോന്നുന്നു. അതായത് പരമ്പരാഗതമായി റൂറൽ വോട്ടുകൾ സപ്പോർട്ട് ചെയ്യാറുള്ള ഇടതു മുന്നണിക്ക് ഇത്തവണ നമ്മുടെ റിസൾട്ട് സർവേയിലടക്കം അത് മാറുകയാണ്. അതൊരു നഗര കേന്ദ്രീകൃതമായിട്ട് മാറുകയാണ്. മറുവശത്ത് റൂറൽ വോട്ടുകൾ കൂടുതലും അവരുടെ വിലയിരുത്തലും ഒരേ രീതിയിൽ തന്നെയാണ്. സർക്കാരിനെതിരെ വിലയിരുത്തൽ വരുന്നു, എന്നുള്ളത് വരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.